പി വി അൻവറുമായി ഒരു കൂടിക്കാഴ്ചയ്ക്ക് പോകാൻ പാടില്ലായിരുന്നു എന്നുള്ള കാര്യം വി ഡി സതീശൻ തന്നെ പറയുമ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിന് കൃത്യമായുള്ള അതൃപ്തി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രാഹുലിന്റെ കാര്യത്തിലുണ്ട്. രാഹുൽ അവിടെ പ്രതിപക്ഷ നേതാവിനെയും അതോടൊപ്പം തന്നെ UDF-ന്റെ സ്ഥാനാർത്ഥിയെയും നിരന്തരമായി അധിക്ഷേപിക്കുന്ന ഒരാളുടെ അടുത്ത് പോയി സംസാരിക്കേണ്ട യാതൊരുവിധ ആവശ്യവും ഉണ്ടായിരുന്നില്ല എന്നുള്ള നിലപാടിലേക്ക് കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വം എത്തുകയാണ്. ഞാൻ രാഹുലിനോട് ഈ വിഷയം വിളിച്ച് സംസാരിക്കുമെന്നുള്ളതാണ് വി ഡി സതീശൻ ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത്. അങ്ങനെ വി ഡി തന്നെ അഭിപ്രായം പരസ്യമായി പറയുമ്പോൾ രാഹുലിന്റെ കാര്യത്തിൽ രാഹുലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് ഗുരുതരമായ വീഴ്ച എന്നുള്ള നിലപാട് തന്നെയാണ് കോൺഗ്രസ് നേതൃത്വത്തിനുള്ളത്. ഇനി എന്തെങ്കിലും കൂടുതൽ ചോദിക്കാനുണ്ടെങ്കിൽ രാഹുലിനോട് ചോദിക്കുമെന്നാണ് UDF കൺവീനറുടെ പ്രതികരണം ഉണ്ടാകുന്നത്. അനൗചിത്യത്തിലായി പോയി രാഹുലിന്റെ കൂടിക്കാഴ്ച എന്നുള്ളതാണ് പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ സംസാരിക്കുമ്പോൾ പറയുന്നത്. അത് രാത്രിയിൽ പി വി അൻവറിന്റെ പോലെ ഒരാളുടെ അടുത്ത് കൂടിക്കാഴ്ചകളും ചർച്ചകളും ഒക്കെ പല നേതാക്കളും പല വിധത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടത്തിയിരുന്നു അൻവറുമായി ബന്ധപ്പെട്ട്. പക്ഷേ അത് നടത്തുമ്പോഴെല്ലാം ആ നേതാക്കന്മാർ ജാഗ്രത കാണിച്ചിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാഹുൽ അവിടേക്ക് എത്തുമ്പോൾ ആ വീഡിയോ ചിത്രീകരിക്കാൻ അവിടെ മറ്റൊരാളുണ്ടായിരുന്നു. ആ വീഡിയോ ചിത്രീകരിച്ച് ആ വീഡിയോ മാധ്യമങ്ങൾക്ക് കൃത്യമായി തന്നെ അൻവർ എത്തിച്ചു നൽകി. എൻ്റെ പിന്നാലെ കോൺഗ്രസ്സുകാർ നടക്കുകയാണ് എന്നൊരു ചിത്രം വരുത്താൻ അൻവറിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അൻവറിന് വീണ്ടും ഒരു ബാർഗൈനിങ് പവർ കൂട്ടുന്ന തരത്തിലായി പോയി രാഹുലിന്റെ കൂടിക്കാഴ്ച എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ഇനിയിപ്പോൾ UDF-ലേക്ക് താനില്ല. തൊട്ടു മുമ്പ് നമ്മൾ കേട്ട പ്രതികരണമുണ്ട് അൻവറിന്റെ. എന്തായാലും എൻ്റെ പിന്നാലെ നടക്കേണ്ട ഞാനില്ല എന്ന് പറയുന്ന ഒരു നേതാവിന്റെ വീട്ടിലേക്ക് പിന്നീട് എന്തിനു പോയി എന്നൊരു ചോദ്യം നിൽക്കുകയാണ്. രാഹുലാണ് ഈ വിഷയത്തിൽ കൂടുതൽ വിശദീകരണങ്ങൾ നൽകേണ്ടത്. രാഹുൽ നേരത്തെ പറഞ്ഞു പോയത് ഒറ്റ വരിയിൽ പറഞ്ഞു പോവുകയായിരുന്നു. പിണറായി വിജയനെതിരെ നിലപാടെടുക്കുന്ന പ്രതിപക്ഷ നേതാവ് തന്നെ അങ്ങനെ പോയത് തെറ്റാണ് എന്ന് പറഞ്ഞാൽ അതിവൈകാരികത കാണിക്കല്ലേ അൻവർക്ക എന്ന് പറയാൻ പോയതാണെന്ന് പറയാൻ പറ്റുമോ? അല്ല, അവിടെ അതിവൈകാരികത കാണിച്ച് രാഹുൽ മാങ്കൂട്ടത്തിലാണോ എന്ന് സംശയിക്കണം. ഇതിന്റെ മുതിർന്ന നേതാക്കൾ, ഈ സംവിധാനത്തിന് നയിക്കുന്ന നേതാക്കളൊക്കെ ഇവിടെ ഉണ്ട്. അവർ എടുത്തിരിക്കുന്ന നിലപാട് വേണ്ട, അനുനയം വേണ്ട എന്നാണ്. പിന്നെ എന്തിനാണ് ഇപ്പോൾ MLA ആയി മാറിയിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ വേഗത്തിൽ ഈ വൈകാരികമായി അൻവറിനെ കൂട്ടുപിടിക്കാൻ വേണ്ടി പോകുന്നത്? അത് പാർട്ടിനെ പ്രതിസന്ധിയിലാക്കുന്നല്ലേ? അൻവറിന് വീണ്ടും ഒരു കയറിട്ട് കൊടുക്കുന്നതല്ലേ ഇത്? അതായത് രാഹുലിന്റെ അവിടേക്കുള്ള പോക്ക് നിലവിലത്തെ ഒരു അവസ്ഥയിൽ ഒരു രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായി മാറിക്കഴിഞ്ഞു. ഈ സ്വരാജ് കൂടി വന്നിറങ്ങിയതോടുകൂടി ചിത്രമേ അങ്ങ് മാറി. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ മുന്നണിയെയും അതോടൊപ്പം തന്നെ പാർട്ടിയെയും പ്രതിസന്ധിയിലാക്കുന്ന തരത്തിലുള്ള നിലപാടായി പോയി രാഹുൽ സ്വീകരിച്ചത് എന്നുള്ള തരത്തിലാണ് UDF-ന്റെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ സംസാരിക്കുന്നത്. ലീഗ് നേതാക്കൾക്കും സമാനമായി തന്നെയുള്ള അഭിപ്രായമാണ്. രാഹുൽ വ്യക്തിപരമായി എന്തെങ്കിലും കാര്യം സംസാരിക്കാൻ പോകുന്നത് മറ്റാരോടെങ്കിലുമല്ല, രാഹുലുമായി ഏറ്റവും കൂടുതൽ പൊളിറ്റിക്കൽ ഫൈറ്റ് നടത്തുന്ന ആളുകളിൽ ഒരാളാണ് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടം. അങ്ങനെ അൻവർ ഫേസ്ബുക്കിലൊക്കെ പരിശോധിച്ചാൽ അൻവറിന്റെ പോസ്റ്റുകളിൽ ഒരുപാട് പോസ്റ്റുകൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിരന്തരമായി ഉണ്ടാകാറുണ്ട്. രാഹുൽ തിരിച്ചും അതുപോലെ തന്നെ പ്രതികരിക്കുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ എന്തിനാണ് രാഹുൽ പോയി കണ്ടത് എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം നിലനിൽക്കുന്നു. മറ്റ് പ്രധാനപ്പെട്ട നേതാക്കൾ, ലീഗ് നേതാക്കൾ അടക്കമുള്ളവരുമായി കൂടിക്കാഴ്ചയൊക്കെ നടത്തി അൻവറുമായിട്ടുള്ള ചർച്ചയൊക്കെ നല്ലപോലെ പുരോഗമിച്ചതാണ്. UDF-ന്റെ യോഗം കൂടി ഒരു തീരുമാനം പ്രഖ്യാപിച്ചതാണ്. അൻവറിനെ കൃത്യമായി തന്നെ തീരുമാനം അറിയിക്കുകയും ചെയ്തു. അതെല്ലാം മറികടന്നുകൊണ്ട് രാഹുൽ എന്തിനു പോയി എന്നുള്ള പ്രധാനപ്പെട്ട ഒരു ചോദ്യം നിലനിൽക്കുന്നു. നിലവിൽ എന്തായാലും രാഹുൽ നൽകിയിട്ടുള്ള വിശദീകരണം കൊണ്ട് തൃപ്തി വരാനുള്ള യാതൊരുവിധ സാധ്യതയും കാണുന്നില്ല. കോൺഗ്രസ് നേതാക്കളെ കൃത്യമായി ബോധിപ്പിക്കേണ്ടി വരും. ഞാൻ ശാസിക്കുമെന്ന് വി ഡി സതീശൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിനപ്പുറത്തേക്കൊന്നുമില്ല. കാരണം വി ഡി സതീശൻ പാലക്കാട് തെരഞ്ഞെടുപ്പിലേക്ക് അൻവറിനെ അനുനയിപ്പിക്കാനുള്ള ശ്രമം നിലമ്പൂരിൽ ഇനി ഇവരുടെ ഇടയിലുള്ള തർക്കങ്ങൾ പരിഹരിക്കാൻ കൂടി UDF-ന് സമയം കണ്ടെത്തേണ്ടി വരുമെന്നാണ് നമുക്ക്